അയ്യ നമുക്ക് ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അശ്വൻ ഗോക്കിന്റെ ടർബോയെ പറ്റിയുള്ള റിവ്യൂ റിമൂവ് ചെയ്തതുകൊണ്ട് ആ റിവ്യൂ കൂടുതൽ ജെനുവിനാണ് എന്നുള്ളൊരു കാര്യം എസ്റ്റാബ്ലിഷ് ആവുകയാണ്. അതോടൊപ്പം സിനിമയെ പറ്റിയുള്ള നെഗറ്റീവ് ഇമേജ് കൂടുതൽ സ്പ്രെഡ് ആവുകയാണ്. ആ റിവ്യൂ കാണേണ്ടവർ 10-15 മിനിറ്റിനുള്ളിൽ കണ്ടു കഴിഞ്ഞു കാണും. ആ റിവ്യൂ ലോഞ്ച് ആയി 10-15 മിനിറ്റിനുള്ളിൽ തന്നെ മാക്സിമം പേർ കണ്ടു കഴിഞ്ഞു കാണും. ഇനിയിപ്പോൾ അത് റിമൂവ് ചെയ്തുകൊണ്ട് എന്ത് കാര്യം? ഇൻഫാക്ട് റിമൂവ് ചെയ്തതോടുകൂടി കൂടുതൽ പേർ അറിയുകയാണ് ടർബോ സിനിമ അത്ര നല്ലതല്ല അല്ലെങ്കിൽ മോശമാണെന്ന്. അശ്വൻ ഗോക്കിന്റെ ചാനൽ എടുത്ത് നോക്കൂ. ഇതിനു മുമ്പ് വൈശാഖ് ചെയ്ത സിനിമ മോൺസ്റ്റർ ഒരു ദുരന്തമെന്നാണ് അയാൾ പറഞ്ഞത്. ആ റിവ്യൂ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ റിവ്യൂ റിമൂവ് ചെയ്തുകൊണ്ട് യാതൊരു ഗുണവുമില്ല. ഇൻഫാക്ട് അത് ഈ സിനിമയെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ പോവുകയാണ്. മിഥുൻ മാനുവൽ തോമസ് എന്നൊരു റൈറ്ററിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു പലർക്കും. ആ പ്രതീക്ഷ വീണുടഞ്ഞു എന്നുള്ള സത്യമാണ്. ഇത് ഫാനിന് വേണ്ടി, മമ്മൂക്ക ഫാനിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ കാണേണ്ട സിനിമയാണ്. അങ്ങനെ തന്നെയാണ് പലരും റിവ്യൂ ചെയ്തിരിക്കുന്നതും. ഇൻഫാക്ട് അശ്വൻ ഗോക്കും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ആ റിവ്യൂ റിമൂവ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഇതിനു മുമ്പ് സിയാർ കോക്കർ എന്നൊരു പ്രൊഡ്യൂസർ മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന സിനിമയെ പറ്റി ഇയാൾ നെഗറ്റീവ് പറഞ്ഞു, അശ്വൻ ഗോക്ക് നെഗറ്റീവ് പറഞ്ഞു എന്ന് പറഞ്ഞു വന്നായിരുന്നു. അങ്ങനെ ആ അശ്വൻ ഗോക്ക് ആ റിവ്യൂ റിമൂവ് ചെയ്തായിരുന്നു. അതുകൊണ്ട് ആ സിനിമയ്ക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായോ? ആ സിനിമ ആൾക്കാർ പോയി കണ്ടോ? ഇല്ല. ഇപ്പോൾ മന്ദാകിനി എന്നൊരു സിനിമ ഓടുന്നുണ്ട്. ഇതുവരെ അയാൾ കണ്ട് റിവ്യൂ ചെയ്തിട്ടില്ല അശ്വൻ ഗോക്ക്. അതുകൊണ്ട് ആ സിനിമയ്ക്ക് ആളുകൾ കയറുന്നുണ്ടോ? ഇല്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആ റിവ്യൂ റിമൂവ് ചെയ്തുകൊണ്ട് യാതൊരു ഗുണമില്ല. ഇൻഫാക്ട് ടർബോ എന്ന സിനിമയെ കൂടുതൽ നെഗറ്റീവായി ബാധിക്കാൻ പോകുന്നത് ഈ റിവ്യൂ റിമൂവൽ ആണ് എന്നതാണ് സത്യം.